രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുടെ കൊടുങ്കാറ്റുകൾക്കിടയിലും റഷ്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ പാതയിലാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അങ്ങനെയൊന്നും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെടാൻ റഷ്യ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ദിനംപ്രതി കുതിക്കുകയാണ് രാജ്യം. റഷ്യ കോളിംഗ് നിക്ഷേപ ഫോറത്തിൽ സംസാരിച്ച അദ്ദേഹം ഉപരോധങ്ങളുടെ സമ്മർദ്ദത്തെ രാജ്യം വിജയകരമായി അതിജീവിക്കുക മാത്രമല്ല, സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച നിലനിർത്തുകയും ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിലില്ലായ്മ റെക്കോർഡ് താഴ്ന്ന നിലയിൽ നിർത്താനും പണപ്പെരുപ്പം ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിഞ്ഞത് റഷ്യൻ സർക്കാരിന്റെയും കേന്ദ്ര ബാങ്കിന്റെയും സമയോചിതവും തന്ത്രപരവുമായ ഇടപെടലുകളുടെ ഫലമാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടവരുടെ കണക്കുകൂട്ടൽ തെറ്റിയെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക നയങ്ങളും ആഗോള സൗഹൃദ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളുമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും പുടിൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് 0.5%-നും 1%-നും ഇടയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രസിഡന്റ് പുടിൻ പറഞ്ഞു. ഇത് പല പ്രവചനങ്ങളെയും അപ്രസക്തമാക്കുന്ന വളർച്ചാ നിരക്കാണ്. ഈ വളർച്ച നിലനിർത്താൻ കഴിഞ്ഞത് ഒരു സുപ്രധാന നേട്ടമായി അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിലെ നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള കേന്ദ്ര ബാങ്കിന്റെ ശ്രമങ്ങൾ വിജയം കണ്ടു. പണപ്പെരുപ്പം ഇപ്പോൾ 6%-മായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സർക്കാർ പ്രവചനങ്ങളെക്കാൾ വളരെ താഴെയാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വെറും 2.2% എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിൽ തുടരുന്നു. ഈ വർഷം ബാങ്കിംഗ് മേഖല മികച്ച ഫലങ്ങൾ കാണിക്കുമെന്നും ഏകദേശം 3.2-3.5 ട്രില്യൺ റൂബിൾസ് ലാഭമുണ്ടാക്കുമെന്നും പുടിൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. സാമ്പത്തിക വികസന വിഷയങ്ങളിൽ സർക്കാരിനും കേന്ദ്ര ബാങ്കിനും ഇടയിൽ ഒരു പൂർണ്ണമായ സമവായമുണ്ടെന്ന പ്രസ്താവന രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളുടെ പ്രകോപനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. റഷ്യയുടെ ദേശീയ കടം ലോകത്തിലെ ഏറ്റവും താഴ്ന്ന കടങ്ങളിൽ ഒന്നായി തുടരുമെന്നും പ്രസിഡന്റ് പ്രസ്താവിക്കുന്നുണ്ട്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും സാമൂഹിക ചിലവ്, പ്രതിരോധം, സുരക്ഷ, ദേശീയ വികസന പദ്ധതികൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രധാന മുൻഗണനകൾക്കും ധനസഹായം നൽകാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയും നയപരമായ കരുത്തും വ്യക്തമാക്കുന്നു. റഷ്യ തീർച്ചയായും ബാഹ്യ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ രാജ്യവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ആ വെല്ലുവിളികളെ വിജയകരമായി നേരിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ട് 2022 ഫെബ്രുവരിയിലെ യുക്രൈൻ സംഘർഷത്തിനു ശേഷം പാശ്ചാത്യ ലോകം ഏർപ്പെടുത്തിയ അഭൂതപൂർവമായ ഉപരോധങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ആഗോള വിപണികളിലെ തങ്ങളുടെ അവ്യക്തമായ കുത്തക നിലനിർത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ മത്സരവിരുദ്ധ രീതികൾ അവലംബിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ നടപടികൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനോ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ലെന്ന് റഷ്യൻ നേതൃത്വം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുടെ ആഗോള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെട്ടു. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മിക്ക രാജ്യങ്ങളും റഷ്യയുമായുള്ള സഹകരണത്തിന് യുക്തിസഹവും പ്രായോഗികവുമായ സമീപനം പാലിച്ചുവെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ സൗഹൃദപരമായ സമീപനം കാരണം സമീപ വർഷങ്ങളിൽ ഉഭയകക്ഷി വ്യാപാരത്തിൽ നാടകീയമായ വളർച്ച കൈവരാൻ കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ പ്രസ്താവനകൾ പാശ്ചാത്യ ഉപരോധങ്ങൾക്കെതിരായ റഷ്യയുടെ പ്രതിരോധം ശക്തമാണെന്ന് തെളിയിക്കുന്നു. ശക്തമായ ആഭ്യന്തര സാമ്പത്തിക നയങ്ങൾ, കുറഞ്ഞ തൊഴിലില്ലായ്മ, നിയന്ത്രിത പണപ്പെരുപ്പം, മറ്റ് സൗഹൃദ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ എന്നിവയാണ് റഷ്യയുടെ സാമ്പത്തിക അതിജീവനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, റഷ്യയുടെ തദ്ദേശീയമായ സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അത് കാരണമാവുകയും ചെയ്തു. ആഗോള സാമ്പത്തിക ഭീഷണികൾക്കിടയിലും റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഈ ശക്തമായ പ്രകടനം ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.